മായ നാമം രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 21-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ 2025 ഒക്ടോബർ മാസം 13-ാം തീയതി നാം ഒന്നിച്ച് കൂടി വരുമ്പോൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയ പഠനത്തിൻ്റെ തുടർ പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇപ്പോഴുള്ളത് ദൈവത്തിൻ്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആഗോള സഭയാകുന്നെന്നും ആഗോള സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്ന ദൂതുകളെക്കുറിച്ചുമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം 3 സഭകളോടുള്ള ബന്ധത്തിലുള്ള ദൂതുകളെക്കുറിച്ച് കേൾക്കുവാനിടയായിരുന്നു. എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ സാത്താനിക തന്ത്രം ദൈവസഭയുടെ ദൈവമക്കളുടെ ആദ്യ സ്നേഹത്തെ ദൈവസ്നേഹത്തെ ഇല്ലാതാക്കി കളയുന്നതാണെന്നും അതിനെ ജയിക്കണമെന്നും ജയാളികളായി തീരണമെന്നും കർത്താവ് ദൂതറിയിക്കുന്നു. 2-ാമത്തെ സഭ സ്മുർണ്ണയിലെ സഭയാണ്. അവർ കഷ്ടതയിൽ അത് ഉപദ്രവത്തിലൊക്കെ ആയിരുന്നുകൊണ്ട് അവർ ആത്മീയ സമ്പന്നരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവം കുറവുകളൊന്നും കണ്ടില്ലെന്നാൽ അവർ അനുഭവിക്കുന്ന ഉപദ്രവവും ശത്രുവിൻ തന്ത്രമാണ്. അതിനെ അതിജീവിക്കണമെന്ന് ദൈവം അവരോട് ദൂതറിയിപ്പാട്ടിടയായിരുന്നു. 3-ാമത്തെ സഭ പെർഗമോസിലെ സഭയാണ്. ആ സഭയും അനുഗ്രഹിക്കപ്പെട്ട സഭയാകുന്നു. അവരും ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചടന്നാൽ അവിടെ സാത്താൻ അഴിച്ചുവിട്ട പൈശാചിക തന്ത്രം ബിലിയാമിക ദുരുപദേശമായിരുന്നു. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവരുടേതായിട്ടുള്ള സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇസ്രായേലിനെ വഞ്ചിച്ച ബിലിയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തതുപോലെ ഈ ആത്മീയ ലോകത്തിലും അനേകര് അവരുടെ സ്വന്തമായ നിലനിൽപ്പിന് വേണ്ടി ദൈവവചനത്തിൻ്റെ സത്യത്തെ കാറ്റിൽ പറത്തി കളയുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ദൈവിക ഉപദേശമാണ് പെർഗമോ സഭയുടെ ബന്ധത്തിൽ ദൈവാത്മാവ് സംസാരിച്ചത്. ഇപ്പോൾ 3-ാമത് സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം ആദ്യ സ്നേഹത്തിന് അകറ്റാൻ കഴിയത്തില്ലെങ്കിൽ, ഉപദ്രവത്തിലൂടെ അകറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവൻ അഴിച്ചുവിടുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ദുരുപദേശങ്ങൾ കടത്തിവിട്ട് എങ്ങനെയും ദൈവസഭയുടെ തനിമയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. എന്നാൽ അതിനെ അതിജീവിപ്പാനായിട്ട് ദൈവം ദൂതറിയിച്ചിരിക്കുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ള ദൂതാണ്. അപ്പോൾ നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് എപ്പോഴും അത് വെളിപ്പെട്ടു വരും. നമ്മുടെ മനസ്സിലത് തെളിവായിരിക്കും. നാം ചെയ്യുന്നത് ശരിയല്ല. മനസ്സാക്ഷിയുള്ള മാനസാന്തരപ്പെട്ട ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ വചനത്തിൽ തെറ്റുമ്പോൾ, നാം ചെയ്യുന്നത് ശരിയല്ല എങ്കിൽ ഹൃദയത്തിൻ്റെ അകത്ത് എപ്പോഴും അത് കുത്തുകൊണ്ടേയിരിക്കും. ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ അവഗണിച്ചു പോകുന്നത് അപകടകരമാണ്. അത് മനസ്സ് തഴമ്പിച്ചു പോകും. അങ്ങനെയാണ് ദൈവം അവരെ തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് വാഗൊണ്ട് ദൈവം അവരോട് ഇടപെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ദൂത് വേണമെങ്കിൽ വേഗത്തിൽ ഇന്ന് പ്രതിഫലം പറഞ്ഞ് എനിക്ക് പെർഗമോ സഭയുടെ ദൂത് അവസാനിപ്പിക്കാം. എന്നാൽ ഇതൊരു വലിയ ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കണമെന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം സ്വന്തം ജനമായിട്ട് വേർതിരിച്ച് എടുത്തുവെങ്കിലും അവരെ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടും രാഷ്ട്രപരമായിട്ടും അങ്ങനെ ഉന്നതി പ്രാപിച്ച് ഒന്നിനും കുറവില്ലാതായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയതായിട്ട് നമുക്ക് ദൈവം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം മുതൽ മലാഖിയുടെ പ്രവചനം വരെയുള്ള പുസ്തകം വാസ്തവത്തിൽ ഇസ്രായേലും ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ എന്നുള്ള ഈ പുസ്തകം ഒഴികെ ബാക്കിയുള്ള പുസ്തകങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കീർത്തന പുസ്തകവും ദാവീദ് ഇസ്രായേൽ ജനം ജയിച്ചു തന്നെയാണ്. വിലാപങ്ങളുടെ പുസ്തകവും അതിനോട് അനുബന്ധം വെച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തി കഴിഞ്ഞാലുള്ള പുറപ്പാട് മുതൽ മലാഖിയുടെ പ്രവചനം വരെയുള്ള പ്രവചനങ്ങളെല്ലാം ഇസ്രായേലോട് ബന്ധത്തിൽ അതിനോടുള്ള റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് വളരെയധികം പ്രാധാന്യതയുള്ളതാണ്. എന്നാൽ അവരെ സ്വന്തം ജനമാക്കിയ ജനത്തെ ദൈവം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സ്വദോം അധിപതികളോടും ഗൊമോറ ജനത്തോടും ആണ് അവരെ അഭിസംബോധന ചെയ്തത്. അവർ പാപം ചെയ്ത് ദൈവത്വം തെറ്റിപ്പോയപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനമൊക്കെ പഠിക്കേണ്ടതാണ്. യെശയ്യാവിൻ്റെ പ്രവചനം, യിരെമ്യാ പ്രവചനം, എഗസ്കേൽ പ്രവചനം, ഈ പ്രവചനമൊക്കെ പഠിക്കേണ്ടതാണ്. ഈ പ്രവചനങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം അതൊക്കെ നമ്മൾ ദാനിയേൽ പ്രവചനത്തെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ ഇതൊക്കെ കേൾക്കാറുള്ളൂ. കാരണം അതൊന്നും കേട്ട് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ദൂതൊന്നും അതിൻ്റെ അകത്ത് കാണത്തില്ല. അതുകൊണ്ട് അത് ആരും കേൾക്കത്തില്ല. എന്നാൽ
മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള വിടുതലിനെക്കുറിച്ചും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചും രോഗസൗഖ്യങ്ങളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ വളരെ താല്പര്യം എല്ലാവരും കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഒരു ഭാഗത്ത് നടക്കട്ടെ, അത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ പഠിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ ഈ പ്രാരംഭത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അവരെക്കുറിച്ചുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവ് പഴയ നിയമത്തിൽ അവരെ പോറ്റി വളർത്തുക മാത്രമാണ് ചെയ്തത്. മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് മന്ന കൊടുത്ത് അവരെ പോറ്റി വളർത്തി, എന്നാൽ അവർ മത്സരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസി ഓർക്കേണ്ട വിഷയം, ഇസ്രായേൽ, അന്നത്തെ ഭൗതിക ഇസ്രായേൽ, ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് ഭൂമിയിലെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു വിടിവിക്കുക ചെയ്തെങ്കിൽ, ആത്മീയ ഇസ്രായേലിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നമ്മെ മന്ന തന്ന് പോറ്റി വളർത്തുകയല്ല ചെയ്തത്, തൻ്റെ ജീവൻ തന്ന് നമ്മെ രക്ഷിക്കുക ചെയ്തത്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലായിരിക്കുമ്പോൾ, ദൈവസഭയുള്ള ഓരോ വ്യക്തികളും വളരെയധികം ദൈവഭയത്തോടെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. പഴയ നിയമത്തിൽ മന്ന കൊടുത്തവർക്ക്, ഭൗതികമായ കനാൻ ദേശം കൊടുത്തവർ തെറ്റിപ്പോയപ്പോൾ ദൈവം അവർക്ക് കഠിനമായ ശിക്ഷയെ കൊടുത്തെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൻ്റെ സഭയുടെ ദൂതുകൾ പറയുമ്പോൾ സഭയുടെ അധിപനായിരിക്കുന്ന ദൈവം നമ്മെ നോക്കി ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുകയാണ്. അവിടെയും ഇസ്രായേലിനെ നോക്കി ദൈവം സംസാരിച്ച പോലെ തന്നെയാണ് ഇവിടെയും സഭയെ നോക്കി ദൈവം വ്യത്യാസം അത്രയേ ഉള്ളൂ. അത് ഭൗതികമായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ ആത്മീകമാണ്. ഇപ്പോൾ ഇവരെ 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. അവരെ അഭിസംബോധന ചെയ്ത്, സൊദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ഗൊമോറോ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ച് കൊള്ളുവീൻ. അപ്പോൾ സൊദോം നിവാസികളും ഗൊമോറായി നശിച്ചു പോയതാ, തീ ഇറങ്ങി ഇല്ലാതായി പോയതാ. പക്ഷേ ദൈവം നോക്കിയപ്പോൾ അന്ന് ലോത്തിൻ്റെ കാലത്തുണ്ടായ പാപത്തെക്കാൾ വലിയ പാപം ഈ ദൈവത്തിന് ജനമായിരിക്കുന്ന ഇസ്രായേലിൽ നടമാടിയപ്പോൾ ദൈവം അവരെ അഭിസംബോധന ചെയ്തത്, ദൈവം നശിപ്പിച്ചു കളഞ്ഞ സൊദോം അധിപതികളെക്കുറിച്ചും ഗൊമോറയെക്കുറിച്ചുമുള്ള അഭിസംബോധന അവരോട് ചെയ്തത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഖനനയാഗങ്ങൾ എനിക്ക് വേണ്ട. അത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ തടിപ്പിച്ച മൃഗങ്ങളെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്കതിൽ ഇഷ്ടമല്ല. ദൈവത്തെ സ്നേഹിക്കാതെ ഞാനും നിങ്ങളും എന്തെല്ലാം ചെയ്താലും, എത്ര സ്തോത്രം പറഞ്ഞാലും ദൈവം പറയും എനിക്കത് വേണ്ട എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പാപമായി തീരരുത്. നാം സ്തുതി സ്തോത്രം അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് ദൂത് ദൈവം നോക്കുമ്പോൾ ഹൃദയങ്ങളെ നോക്കി ദൈവം നമ്മളെ നോക്കുന്നത്, രക്തം തന്ന് വിടിവിച്ച എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായിരിക്കണം. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം കാത്തിരിക്കും. അവരുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി, അവരുടെ ആരാധനയ്ക്ക് വേണ്ടി, അവർ പറയുന്ന സ്തോത്രത്തിന് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്ന ജീവിതങ്ങളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുക, നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ട് എനിക്ക് മതി. അത് തന്നെയാണ് മലാഖയുടെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവത്തോട് സംസാരിച്ച് മടുത്ത് ആയിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ പറയാൻ പോകുന്നില്ല. എന്നാൽ എൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴുള്ള 18 മുതൽ 20 വാക്യങ്ങൾ നാം ഇപ്പോൾ വായിച്ച പെർഗമോസ് സഭയുള്ള ബന്ധത്തിൽ ദൂതിനോട് ബന്ധപ്പെട്ടാൽ നിൽക്കുന്നതുകൊണ്ട് അത് ഞാൻ വേഗത്തിൽ വായിക്കാം. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാവങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ദൈവം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മറുതലിച്ച് പോകുന്നത്, നിങ്ങൾക്ക് അത് അസാധ്യമായിട്ട് തീർന്നത് എനിക്കറിയാം. പാപത്തിൽ നിന്ന് മോചനമായിട്ടില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പഴയ നിയമത്തിൽ പാപത്തിൻ്റെ പരിഹാരം വന്നിട്ടില്ലായിരുന്നു. എപ്പോഴും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അവരെ വലിച്ചുകൊണ്ടുപോകുന്ന പൈശാചികന്റെ നിയന്ത്രണം അവരുടെ മേൽ അധികമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പുതിയ നിയമത്തെ കണ്ടുകൊണ്ട് പറയുക, വരുവീൻ, നമുക്ക് വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും
പഞ്ഞുപോലെ ആയിത്തീരും. അങ്ങനെ പ്രവചനത്തിൽ ആത്മാവിൽ പറഞ്ഞിരിക്കുന്ന ദൂതിൻ്റെ പൂർത്തീകരണമാണ് ദൈവസഭ. അന്ന് പിതാവാം ദൈവം, ആത്മാവായിരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കി സംസാരിച്ച ആ സംസാരത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളെ കഴിയൊടിപ്പാക്കി നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാതാക്കി. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നീതിഗണനം നടത്താതെ വന്നപ്പോൾ ദൈവത്തിനറിയാമായിരുന്നു പരാജയത്തിലേക്ക് ഇവർ പോവുകയുള്ളൂ. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് രക്ഷകനായിരിക്കുന്ന യേശു മുഖാന്തരമായി പാപങ്ങളെ മോചിപ്പിക്കുന്നു വരുമെന്നും, നമ്മുടെ പാപം എത്ര കടിചുവപ്പായിരുന്നാലും രക്തം ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആഴ്ത്തീരും എന്നുള്ള വചനം പുതിയ നിയമത്തിൽ നിവൃത്തീകരിക്കപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്ന് നമ്മളെ ശുദ്ധീകരിച്ചു. നാം സൊദോം പോലെയും ഗൊമോറ പോലെയും അനുസരണം കെട്ടവരായിരുന്നു, പാപികളായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ, അവനിൽ വിശ്വസിച്ച മുഖാന്തരമായി നമ്മുടെ പാപം നമ്മുടെ പാപത്തെ ദൈവം മാറ്റി നമ്മെ ഹിമം പോലെ വെളുപ്പിച്ചു, പഞ്ഞി പോലെ ആക്കി തീർത്തു. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. പഞ്ഞിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. വെയിറ്റില്ലാത്തതാണ് പഞ്ഞി, അത് വെണ്മയാണ് കാണിക്കുന്നത്. ഈ പാപം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പറന്നു പോകാനുള്ളതായിട്ടുള്ള, നമുക്ക് ഈ ഭൂമിയിൽ നമ്മളെയൊക്കെ സ്വതന്ത്രമാക്കി തീർക്കുന്നതിനെ കുറിച്ചൊക്കെയാണെന്ന് നാം ചിന്തിച്ചിരുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും. യഹോവയുടെ വായ അള്ളിച്ചെയ്തിരിക്കുന്നു. അന്ന് പറഞ്ഞ അതേ ദൂത് പോലെയല്ലേ സഭയോട് ദൈവം സംസാരിച്ചിരിക്കുന്നത്? പെർഗമോസിലെ സഭയോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല സംസാരിച്ചത്, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ദൂത് ഇവിടെ നമുക്ക് കാണുമ്പോൾ അന്ന് അവരോട് നിഴലായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊരുളായിട്ട് കർത്താവ് നേരിട്ട് പെർഗമോസ് സഭയോട് പറയുകയാണ്. ഇന്ന് രാത്രി അത് ഇപ്രകാരം ഇരിക്കുന്നത്, ദൈവം നമ്മളെ വിടിവിച്ചു, നമ്മുടെ പാപത്ത് നമ്മളെ മോചിപ്പിച്ചു, അതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നാം പറയണം, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ചു. ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളെ കടിഞ്ഞു പോലെ ആയിരുന്നു, അത് ഹിമം പോലെ വെളുത്തു, രക്താംബരം പോലെ ചുവപ്പായിരുന്നു, അത് പഞ്ഞു പോലെ ആക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ മനസ്സരിച്ച് മാനസാന്തരപ്പെട്ട് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മ അനുഭവിക്കാൻ കഴിയും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ വാളിന് ഇരയായിത്തീരും. കർത്താവ് പറഞ്ഞു, നന്മയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ക്രിസ്തു നന്മയാണ്. എന്നാൽ മറുത്തു മത്സരിച്ചാൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, പാപം ഉണ്ടെന്ന് വെളിപ്പെട്ടിട്ടും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നില്ലെങ്കിൽ, ദൈവം പറഞ്ഞു, അന്ന് പറഞ്ഞു, നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ അള്ളിച്ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഈ പുതിയ നിയമസഭയുള്ള ബന്ധത്തിലും ദൂത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പഴയ നിയമത്തിലെ ദൈവം വ്യത്യസ്തൻ, പുതിയ നിയമത്തിലെ വ്യത്യസ്തനല്ല, ഒരേ രീതിയിലുള്ള ദൂത കാണുന്നത്. അവിടെ അവരോട് പറഞ്ഞു, നിങ്ങൾ വാളിനിരയാത്തി, എന്നാൽ അവരെ യുദ്ധത്തിന് വിട്ടുകൊടുക്കുക ചെയ്തത്, ഭൂമിയിൽ നിന്ന് അവരെ ഇല്ലാതാക്കി ചെയ്യുക. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളോട് വാളുകൊണ്ട് പോരാടും. മാനസാന്തരപ്പെടാതിരുന്നാൽ വാളുകൊണ്ട് പോരാടുന്നതിൻ്റെ അർത്ഥം ആത്മീയമായിട്ട് നീ മരിച്ചു പോകും, നിനക്ക് എന്നോട് യാതൊരു ബന്ധവും കാണത്തില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ പാപങ്ങളെ വെടിപ്പാക്കിയ ദൈവം ഇന്ന് രാത്രി വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതാണ് പറയുന്നത്, യഹോവയുടെ വായല്ലോ അള്ളിച്ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ വാക്കുകളും ദൈവം സംസാരിച്ച വചനങ്ങളാണ്. അതുകൊണ്ട് അതിന് തക്കതായ വിലയോട് കൂടി മാത്രമേ ദൈവത്തിന്റെ വചനത്തോട് നാം അടുത്തില്ലാവുള്ളൂ. ദൈവം നമ്മെ ശുദ്ധീകരിച്ചു, നമ്മോട് കണ്ണ തോന്നി. പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ നിഴലായി തീർന്നപ്പോൾ പോയളായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ സഭകളോടായിരിക്കും ദൈവത്തിന് ദൂത് പറയുമ്പോൾ പെർഗമോസിലെ സഭയോട് പറയുകയാണ്, എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് തന്നെ യേശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതേ വചനം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞ ദൈവം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മാറ്റമില്ല. അന്ന് അവരോട് ഭൗതികമായിട്ടുള്ള യുദ്ധത്തോട് ബന്ധത്തിലാണ് പറഞ്ഞെങ്കിൽ പുതിയ ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളെ നീക്കിക്കളയും, അതാരും അറിയത്തില്ല നീക്കിയതാണെന്നുള്ളത്. ഇതിനകത്ത് തന്നെ കാണും, ഉണങ്ങി നിൽക്കുന്നതായിരിക്കും. ദൈവം പറയും, നീക്കേണ്ട സമയത്ത് നീക്കിക്കളയും. അതുകൊണ്ട് ഉണങ്ങിയ കൊമ്പുകളായി തീരാതെ ഫലം കായ്ക്കുന്ന കൊമ്പുകളായി തീരുവാൻ കൊമ്പിൽ മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്ന കൊമ്പുകളായി തീരുവാൻ ഈ വചന പഠനം മുഖാന്തരമായി എനിക്കും
ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകണമേ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സഭയോട് പറയുകയാണ്, ഇവരോട് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുരുപദേശത്തിനുള്ള ബന്ധത്തിൽ അവര് പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രതിഫലമായിട്ട് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിന്റെ മരുഭൂമിയിലെ 40 സംവത്സരത്തെ മരുഭൂയാത്രയിൽ അവർക്ക് ദൈനംദിന ആഹാരത്തിനായി ആകാശത്ത് മന്ന പൊഴിച്ചു കൊടുത്തത് ശക്തിമാന്മാരുടെ അപ്പമായിരുന്നു അവർ തിന്നത്. നമുക്കറിയാം, അവര് കഴിച്ചത് ദൂതന്മാരുടെ ആഹാരമായിരുന്നു കഴിച്ചിരുന്നത്. സങ്കീർത്തനം 78-ാം അധ്യായം 23-25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അപ്പോൾ ശക്തിമാന്മാരുടെ അപ്പമാണ് അന്നത്തെ ഇസ്രായേൽ ജനം കഴിച്ചതെങ്കിൽ അതിൻ്റെ ശക്തിയാ അവർക്ക് ഇന്നുമുള്ളത്. അതിൻ്റെ ശക്തിയോ ആ തലമുറയാണ് സ്വർഗീയ ഭോജനം കഴിച്ച എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ദൂതന്മാരുടെ, സ്വർഗത്തിലെ പരദീസിലെ ദൂതന്മാരുടെ ആഹാരം കഴിച്ച തലമുറകളായതുകൊണ്ടാണ് ഇസ്രായേൽ ജനം എന്നും മറ്റുള്ളവരെക്കാൾ ബുദ്ധിപരമായും ശക്തിപരമായിട്ടൊക്കെ അവര് നിലനിൽക്കുന്നത്. അന്ന് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചതും ശ്രേഷ്ഠമേറിയ ആഹാരമായ ദൈവവചനമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്നയാണ് ജയാളികളായിരിക്കുന്നവർക്ക് ദൈവം നൽകാമെന്ന് അരുളിച്ചേട്ടുള്ളത്. അപ്പൊ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അത് മറഞ്ഞിരിക്കുന്നതാ, പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ ദൈവം പറഞ്ഞു, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നീ ജയാളികളാകുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ, മനസ്സിലാക്കി തരികയുള്ളൂ. കാരണം അത് മറച്ചു വെച്ചിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മർമ്മം, അത് മർമ്മമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവസഭയുടെ മർമ്മങ്ങൾ, അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ അറിയുവാൻ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം മറനീക്കി നമുക്ക് തന്നിരിക്കുന്നു. അതിനെയാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മേലാൽ സംഭവിപ്പാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് മറനീക്കി പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം. ഇവിടെ പറഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുന്ന മന്ന, ആർക്കും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം. അതാണ് നമ്മൾ പാടുന്നത്, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ദൈവം നൽകാമെന്ന് പാട്ടുകാരൻ പാടിയത് ഈ മറഞ്ഞിരിക്കുന്ന മന്നയാണ്. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന ജയാളിക്ക് ദൈവം കൊടുക്കുന്ന ആഹാരം അതിശ്രേഷ്ഠമായ ആഹാരമാണ്. രാത്രിയിലും ജയാളികളായി തീരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ, ആ ഓട്ടക്കളത്തിലുള്ളവർക്ക് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇതെന്നും മറഞ്ഞിരിക്കുന്നതായിരിക്കും. അത് അവരെത്ര വായിച്ചാലും ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. വേദപുസ്തകം 10 പ്രാവശ്യം വായിച്ചാലും അത് മറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ജയാളിയാകാൻ കഴിയാത്തതുകൊണ്ടാണെന്നാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവചനം വായിക്കും തോറും അതിൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തരും. അതാ പറഞ്ഞു, നീ ജയിക്കുന്ന സഭയാണെങ്കിൽ, നീ ജയാളിയാണെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിനക്ക് നൽകുമെന്ന്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് സന്തോഷിക്കേണ്ടത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയ നിത്യതയെക്കുറിച്ചുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യമൊന്നുമില്ല. അന്ന് അവർക്ക് ലഭിച്ചത് മന്ന ലഭിച്ചവർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ ദൈവത്തിന്റെ വചനം മറഞ്ഞിരിക്കുന്ന മന്ന ലഭിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, അത് മുഖാന്തരമായിട്ട് നിന്നെ വ്യത്യസ്തനാക്കി തീർക്കും. നിനക്ക് ഞാൻ വെള്ളക്കല്ലും അതിന്മേൽ ലഭിക്കുന്ന ആരും അറിയാത്തമായ കല്ലുമേൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് നൽകുമെന്ന്. ദൈവം നമ്മളെ പുതിയ പേര് നൽകി വിളിക്കും. നമുക്ക് പുതിയ പേര് ദൈവം നൽകിയിട്ടുണ്ട്. അത് മറഞ്ഞിരിക്കുന്നതാണ്. ഒരു ദിവസം വെള്ളക്കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പേര് നമുക്ക് ലഭിക്കാതെ ക്രിസ്തുവിനോട് കൂടി സർവ്വസൈന്യാതിലേക്ക് ദൈവത്തോടുകൂടി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേരോട് കൂടിയാണ് നാം വരുന്നത്. അവനോടുകൂടെ ഈ ഭൂമിയിലേക്ക് വരുന്നത്. സർവ്വസൈന്യാതിരിക്കുന്ന ക്രിസ്തു ലോകത്തെ വെളിപ്പെടുമ്പോൾ അവൻ്റെ സൈന്യത്തിൽ ഉൾപ്പെടുന്ന, അവൻ്റെ മണവാട്ടിയാകുന്ന മണവാട്ടി സഭയ്ക്ക്, ആദിജാതന്മാരുടെ സഭയ്ക്ക് ലഭിക്കുന്ന പേര് പുതിയ പേരാ.
അത് അന്ന് അതുമായിട്ടാണ് ഭൂമിയിലേക്ക് നാം പ്രത്യക്ഷപ്പെടുന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവിക ഉപദേശത്തിൽ നിൽക്കുന്ന ജയാളികൾ സാത്താന്റെ ദൈവദേശങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നവരായിരിക്കും. സ്വർഗാസുഖത്തിൽ എത്തിച്ചതിന് ശേഷം ജയാളികൾക്ക് ദൈവം വെള്ളക്കല്ലും മറ്റാരും അറിയാത്ത പുതിയ പേരും കൊടുക്കുമെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആത്മീയുദ്ധം ചെയ്ത് ജയിക്കുന്ന ക്രിസ്തു യേശുവിനെ ഭൂമിയിൽ അനേക വിശുദ്ധന്മാരും സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിരപ്പുറത്ത് കയറി ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പിതാവാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാര പദവിയാണ് വെള്ളക്കല്ലും അതിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും. അത് വെളിപ്പാട് 19 അധ്യായത്തോടെ നമ്മൾ പഠിക്കും. ആരൊക്കെയാണ് കർത്താവിനോട് വരുന്നവർ, ആരൊക്കെയാണ് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം അടനം ചിന്തിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുക, ജയാളിയായിരിക്കുന്നവൻ വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുമ്പോൾ അവർക്ക് വെള്ളക്കല്ലും അവരോടൊപ്പം അതിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും ദൈവം നൽകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സഭയുള്ള ദൂത്, പെർഗമോസ് സഭയുള്ള ദൂത് പറഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് നൽകാമെന്നാണ്. ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ കാലഘട്ടങ്ങളിൽ ജയാളികളാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാരൊക്കെ വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നില്ല, വിശ്വാസം വന്നവരാരും. അവരൊന്നും വലിയ സ്കോളേഴ്സ് ആയിരുന്നില്ല, അവരൊന്നും അധികം പഠിച്ചവരായിരുന്നില്ല. എന്നാൽ അവർക്കൊക്കെയും ദൈവവചനത്തിന് അന്ന് അറിയേണ്ടിയിരുന്ന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്നും നാമധേയത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളായിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ ഇപ്പോഴും ഇതിലെ രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും അതേ വിശുദ്ധ ജീവിതവും കർത്താവിനുള്ള ഒരുക്കപ്പെടലും അടിസ്ഥാന സഭയുടെ ഉപദേശങ്ങളൊക്കെ മറഞ്ഞിരിക്കുമ്പോൾ കൃപയാൽ ഇന്ന് രാത്രി പറയണം, ശിശുക്കളെ പോലെ ആയിട്ടുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നാം പഠിച്ച് ഏതെങ്കിലും വലിയ ഡിഗ്രി ഏതെങ്കിലും കോളേജിൽ പഠിച്ചല്ല നാം രക്ഷ നേടിയത്. വലിയ PhD എടുത്ത് നമ്മളെ ക്ലാസ് എടുപ്പിച്ചല്ല നമ്മൾ രക്ഷയിലേക്ക് വന്നത്. അങ്ങനെയല്ല വന്നത്. അങ്ങനെയല്ല നാം വിശ്വാസത്തിൽ വന്നത്. പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച ചെറിയ ആൾക്കാരെ കൊണ്ടാണ് ദൈവം വലിയ ശുശ്രൂഷ ചെയ്തെടുപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ദൈവാത്മാവ് പ്രവർത്തിക്കേണ്ട മേഖലയിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കും. എന്നാൽ ഇന്നും അധികം പഠിച്ചവർക്ക്, വലിയ ഡിഗ്രി എടുത്തവർക്ക് ഇന്നും രക്ഷ എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ, എന്താണ് ആത്മരക്ഷ എന്നറിയാതിരിക്കുമ്പോൾ, എന്താണ് ജീവവസ്തു എന്നറിയാതിരിക്കുമ്പോൾ, അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ, കൃപയാൽ ഇന്ന് രാത്രി പറയണം, ദൈവത്തിൻ്റെ കൃപയാൽ നാം ശിശുക്കളെ പോലെ ആയതുകൊണ്ട് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുവാൻ ഇടയാറ്റുന്നു. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ജയാളികളായി തീരുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അനേകർക്കിത് മറഞ്ഞിരിക്കുന്ന പുസ്തകമാണെങ്കിൽ 66 പുസ്തകങ്ങളും അനേകർക്ക് അതിൻ്റെ സത്യം അറിയാതെ മറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഈ പുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവനായകനായിരിക്കുന്ന ക്രിസ്തു അവനെ വെളിപ്പെടുവാൻ കഴിയാതിരിക്കുന്നെങ്കിൽ, കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന, ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന യേശുവാകുന്ന സുവിശേഷം അനേകർക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ, അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ, രാത്രി ദൈവാത്മാവ് പറയുക, അത് നശിച്ചു പോകുന്നവരാണ് അവർ അങ്ങനെയുള്ള. എന്നാൽ മറഞ്ഞിരിക്കുന്ന, മന്നയായിരിക്കുന്ന, ദൈവജനമായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് രക്ഷിക്കപ്പെടുന്നത് മുഖാന്തരമായി വെളിപ്പെടുത്തുന്ന, അവൻ നമ്മളെ അധികമായി സ്നേഹിച്ച് അവനെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നതിനെയാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനിലെ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. സൃഷ്ടിയുടെ ആരംഭത്തിൽ, ഉൽപ്പത്തിയിൽ ദൈവമെന്ന് പറഞ്ഞു തുടങ്ങി വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിയുടെ ആരംഭം മുതൽ എൻ്റെ അവസാനത്തിൽ എന്തായിരിക്കും പുതിയ ആകാശം പുതിയ ഭൂമിയുള്ളത് എന്തായിരിക്കുമെന്ന് ആ വചനത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കിട്ടുന്നതിനെയാണ് പ്രകാശം ലഭിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് രക്ഷിക്കപ്പെടുന്നവർക്ക്, രക്ഷ അധികമായി പ്രാപിക്കുന്നവർക്ക്, തികവ് പ്രാപിക്കുന്നവർക്ക്, ജയാളികൾക്ക് ഈ വചനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുവാൻ വേണ്ടി മറഞ്ഞിരിക്കുന്ന മന്ന നൽകാമെന്ന് ദൈവാത്മാവ് ദൂതറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ഈ ദിവസം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്കത് നൽകണമേ.
എനിക്കത് വെളിപ്പെടുത്തി തരണമേ. അതെ, കർത്താവെ, മനുഷ്യന്റെ സൃഷ്ടി മുതൽ, അല്ലെങ്കിൽ അവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവങ്ങൾ മുതൽ ഞങ്ങളോടുള്ള ബന്ധത്തിൽ അള്ളിച്ചേതിരിക്കുന്നത്, മനുഷ്യവംശത്തോടുള്ള ബന്ധത്തിൽ ദൈവമേ നിത്യതയോടുള്ള ബന്ധത്തിൽ അള്ളിച്ചേതിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. എത്ര പേർക്ക് താല്പര്യമുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വേദപുസ്തകം എഴുതിയിരിക്കുന്ന വചനങ്ങൾ നമുക്കറിയണമെന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ ഞങ്ങൾക്കൊന്നും അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. മറിഞ്ഞിരിക്കുന്ന മന്ന ഞങ്ങൾക്ക് നൽകാമെന്ന് അങ്ങ് ഞങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ദിവസങ്ങളിൽ നമ്മളത് വാക്തത്വമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നമ്മൾ ഒരുപാട് വാക്തത്വങ്ങളെക്കുറിച്ച് നാം പഠിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു, വാക്തത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്തത്വം നമ്മൾ ആഗ്രഹിക്കുന്നത് അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വമാണെന്നുള്ളത്. അതെ, യേശു കർത്താവ് വരുമ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടി എടുക്കപ്പെടുന്ന പ്രത്യക്ഷ വാക്തത്വം. 2 സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രായമുള്ളവർക്ക് പിന്നെയും മക്കളുണ്ടായിട്ടുണ്ട്. അബ്രഹാമിനും സാറായിക്കും മാത്രമല്ല മക്കളുണ്ടായത്, അതിനുശേഷം സക്രാവിനോട്, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെങ്കടൽ വിഭാജിക്കപ്പെട്ടവർ വേണമെങ്കിൽ വിഭാജിക്കപ്പെടാം, മന്ന ഇനി വീണയിലും പൊഴിച്ചു കൊടുക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സംഭവം സംഭവിച്ചു. അത് കന്യകയായിരിക്കുന്ന മറിയ, അവൾ വിശ്വസിച്ചു, അവൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവളിൽ ക്രിസ്തു ഉരുവായത് ഒരൊറ്റ സംഭവമാണ്. അതൊരിക്കൽ മാത്രമാണ് സംഭവിച്ചെന്നുള്ളത് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. അതെ, അതിന് ശേഷമോ അതിന് മുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുപോലൊരു സംഭവത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്, രൂപാന്തരപ്പെടുക എന്നുള്ളത്. രൂപാന്തരമുള്ളത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാ. മനുഷ്യരെല്ലാം പുനരുത്ഥാനം പ്രാപിക്കും. എന്നാൽ ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുന്ന ഒരൊറ്റ സംഭവമായിരിക്കും. അതിന് മുമ്പോ അതിന് പിമ്പോ രൂപാന്തരമില്ല. എന്നാൽ നാം കാത്തിരിക്കുന്നത് യേശു കർത്താവിന്റെ പ്രത്യക്ഷ വാക്തത്തിന് വേണ്ടി. ഞാനിത് പറഞ്ഞിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാ. എന്താണ് ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ നന്മ എന്താണ്? അത് മനസ്സിലാക്കിയെടുക്കണം. ഈ ദിവസങ്ങളിൽ എല്ലാ ഭാരങ്ങളും മാറണമെങ്കിൽ, വേദനകൾ മാറണമെങ്കിൽ, തലമുറകളെക്കുറിച്ചുള്ള ആദികൾ മാറണമെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഇതൊക്കെയും നമുക്ക് ദൈവം നൽകും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ രോഗങ്ങളെ ദൈവം മാറ്റും, നമ്മുടെ വിഷയങ്ങളെ ദൈവം പരിഹരിക്കും. എന്നാൽ നമുക്ക് ദിവസം പറയണം, കർത്താവേ, നിത്യതയ്ക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം ക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തി തന്നത് പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ പഠിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് പറഞ്ഞത് നൽകാമെന്ന്, പ്രതിഫലമായിട്ട് ദൈവം നൽകാമെന്ന് പറയും. അപ്പോൾ സാത്താനിക ഉപദേശങ്ങളോട് ഒട്ടും യാതൊരുവിധമായ കോംപ്രമൈസും ചെയ്യാതെ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവം പറഞ്ഞിരിക്കുന്ന മന്ന കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് അത് കിട്ടാത്തതിന്റെ കാരണം അറിയാവോ? എല്ലാവരെയും കാണുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്നതല്ല. നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ശരി എന്നുള്ളിടത്ത് ഉറച്ചു നിൽക്കണം, മുറുകെ പിടിക്കണം. വചനം സത്യമാണെന്ന് പറഞ്ഞ് ആ വചനത്തെ മുറുകെ പിടിച്ച് തന്നെ നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ് ലഭിക്കാത്തതിന്റെ കാരണം എന്താ? പാമ്പുമല്ല മിഴാഞ്ചലുമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചൂടുമല്ല തണുപ്പല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. നാം ജയാളികളാണെന്ന് കാണുമ്പോൾ ദൈവം നമുക്കതിനെ മറിഞ്ഞിരിക്കുന്ന മന്ന വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജയാളികളായിത്തീരുന്നവർക്ക് വേണ്ടി ദൈവം പറഞ്ഞു, പെർഗമോ സഭയോട് പറഞ്ഞു, നിങ്ങൾ ജയാളിയാകുന്നവർക്ക് ഞാൻ ഇനിയും എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അതെ, അവർക്ക് ലഭിക്കേണ്ട പേര് ലഭിക്കും. ഇവിടെ അവർക്ക് പേര് കാണത്തില്ല, ഇവിടെ അവർക്ക് സ്ഥാനം കാണത്തില്ല, ഇവിടെ അവർക്ക് മാന്യത കാണത്തില്ല, ഇവിടെ അവരെ ആദരിക്കത്തില്ലായിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന മന്ന, മറ്റാർക്കും ലഭിക്കാത്ത മന്ന നീ ഭക്ഷിച്ചോ, നിനക്കൊരു ദിവസം ഒരു പുതിയ പേര് ലഭിക്കും. വെള്ളക്കല്ലിൽ മേൽ എഴുതിയിരിക്കുന്ന ആ പുതിയ പേര് പ്രാപിക്കുവാൻ ആത്മീയ ദർശനത്തോടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കാമെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീയ ശ്രേഷ്ഠതയുടെ പദവി ദിവസങ്ങളിൽ വെളിപ്പെടുത്തരുമ്പോൾ അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതിനെയാണ് സമർപ്പണ ജീവിതം എന്ന് പറയുന്നത്. അതോ താൽക്കാലികമായിരിക്കുന്ന ഭൂമിയിലെ കാര്യങ്ങളാണോ നമുക്ക് വേണ്ടിയത്? അല്ല. അതിനപ്പുറമായി ദൈവം ഒരുക്കിയിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന, ദൈവം മനുഷ്യവംശത്തിന് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന ശ്രേഷ്ഠകരമായ പദവി പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് ഈ പഠനം മുഖാന്തരം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് അവരോട് പറഞ്ഞിരിക്കുന്ന സമാപന വാക്കായി ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാ സഭകളോടും പറയുന്ന പോലുള്ള പൊതുവായിട്ടുള്ള ദൂത. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, എങ്കിലോ യഹോവയുടെ വായ അരുളിച്ചെയ്തിരിക്കുന്നു, അതിൻ്റെ 1:20. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ എല്ലാ സഭകളോടും പറഞ്ഞിരിക്കുന്നത്. അന്ന് സായനോട് ബന്ധത്തിൽ പൊതുവെ പറഞ്ഞിട്ട് സഭകളോട് സംസാരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള സഭയോട് ഓരോ സാത്താനിക തന്ത്രങ്ങൾ എടുത്ത് വെളിപ്പെടുത്തി ആ സഭ അതിനെ ജയിക്കുന്നതിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്,
ചെവിയുള്ളവൻ കേൾക്കട്ടെ. പെർഗമോസിലെ സഭയോട് മാത്രമല്ല, അകമാന സഭകളോട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പോരാട്ടങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പോരാട്ടം കൂടുതലായിട്ടുള്ള ആ കാലഘട്ടത്തിൽ അതിനെ അടുത്താണ് ദൈവം ദൂത് പറയുവാനിടയാറ്റുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭകളിൽ സാത്താൻ വിതച്ച 7 സാത്താന്യ തന്ത്രങ്ങളെ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ സഭയിലും അവൻ ചെയ്തത് എന്താണെന്ന് ദൈവം എടുത്തിട്ട് നമുക്കതിന് വെളിപ്പെടുത്തി തന്നിരിക്കുക. എഫെസോസ് സഭയെ ആദ്യ സ്നേഹം കുറയ്ക്കാനായിരുന്നെങ്കിൽ, സ്മുർന്ന സഭയെ ഉപദ്രവിക്കുകയായിരുന്നെങ്കിൽ, പെർഗോബോസിൽ അവൻ ദുരുപദേശം കടത്തിവിടുകയായിരുന്നെങ്കിൽ, അങ്ങനെ ഓരോ സഭകളിലും അവൻ കടത്തിവിടുന്നത് നമുക്ക് തെളിവിനായി നൽകിയിരിക്കുക. എൻ്റെ ആദ്യ സ്നേഹത്തെ കുറച്ച് കളയാൻ ശ്രമിക്കും, അവൻ ഉപദ്രവിക്കും, സാത്താൻ ഉപദ്രവിക്കും, ഭയപ്പെട്ടു പോകരുത്, ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, നാം ജയാളികളായി വെളിയെ വരും. ദുരുപദേശങ്ങൾ കടത്തിവിടും, അണുവിടൂ. അതിനെ നാം എന്ത് ചെയ്യരുത്? ചെവിചായ്ക്കാൻ പാടില്ല. സത്യവചനത്തിന് വേണ്ടി മാത്രം നിൽക്കണം. ഇവിടെ ആരുമില്ലെങ്കിലും, ഒറ്റയ്ക്കാണെങ്കിൽ പോലും സത്യവചനത്തിന് വേണ്ടി മാത്രം നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ആൾക്കാർ മാറിപ്പോകുമായിരിക്കും, കേൾക്കത്തില്ലായിരിക്കും, അത് ആരും തന്നെ ചെവി തരത്തില്ലായിരിക്കും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എപ്പോൾ ദൈവസഭയിൽ നവോത്ഥാനമുണ്ടായിട്ടുണ്ടോ, എപ്പോൾ ദൈവത്തിന് ശക്തമായ സത്യത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ നിരാകരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ജോൺ വെസ്ലി പോലുള്ളവരൊക്കെ അന്ന് ദൈവവചനത്തിന് സത്യത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെയൊക്കെ അവിടുന്ന് ഓടിച്ചു കളയുകയാണ് ചെയ്തത്. ദൈവമൊക്കെ പോയി ശ്മശാനത്തിൽ പോയി എന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എവിടെ ദൈവസഭയുടെ സത്യത്തിന് വേണ്ടി നിൽക്കുമോ അവരെ കേൾക്കാൻ ആരും കാണത്തില്ല, നിരാകരിക്കപ്പെട്ടു പോകും, അവരെ തള്ളിക്കളയും. എന്നാൽ പ്രസംഗിക്കുവാൻ ഏൽപ്പിച്ചവൻ പ്രസംഗിക്കും. അവന് തന്നിരിക്കുന്ന ദൂത് അവൻ അറിയിച്ചുകൊണ്ടേയിരിക്കും. അത് ദൈവം തന്നിരിക്കുന്ന ദൂത്, അത് അറിയിക്കാനുള്ള ദൗത്യം തന്നിട്ടുണ്ട്, അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൽ സത്യത്തെ വെളിപ്പെടുത്തുവാൻ, അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആകാതെ, നമ്മുടെ പേര് നോക്കാൻ വേണ്ടിയല്ല, നമ്മുടെ സ്ഥാനം നോക്കാൻ വേണ്ടിയല്ല, നമ്മളോടുകൂടി ആരെങ്കിലും നിൽക്കുമെന്ന് നോക്കുവാൻ വേണ്ടിയല്ല, സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ദൈവത്തിൻ്റെ സത്യത്തെ പ്രസ്താവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇത് കേട്ടുകഴിഞ്ഞാൽ വിടുതലാണ്, മാറ്റമാണ്, വലിയ വ്യത്യാസങ്ങൾ വരും. ആത്മജീവിതത്തിൻ്റെ പ്രത്യാശ അനുദിനം വർദ്ധിച്ചു വരുവാൻ ഇടയാത്തരും. നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കുന്നതാണ് ദൈവവചന കേൾവി. മറിഞ്ഞിരിക്കുന്ന മന്ന, മറിഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്തോറും സന്തോഷിക്കുവാനിടയാത്തരും. ആത്മാവിൽ ഒരു വ്യക്തി സന്തോഷിക്കുന്നത് ദൈവവചനം വായിക്കുമ്പോൾ അവന് വെളിപ്പെട്ട് കിട്ടുന്ന ആ മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് അറിയാമോ? ദിവസങ്ങൾ അതിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, 3-ാം സഭയാകുന്ന പെർഗമോസ് സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂതിന് ഞാൻ വിരാമമിടുന്നു. 4-ാമത്തെ സഭ തുയത്തൈരിലെ സഭയാണ്. അതേക്കുറിച്ച് രേഖപ്പെടുത്തി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് തുയത്തൈര സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സഭയെക്കുറിച്ച് കൂടി പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ പഠനം, വ്യാഖ്യാനം പൂർത്തീകരിക്കപ്പെടും. തുയത്തൈരിലെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ അഭിസംബോധന വാക്ക്, ആരാണ് സംസാരിക്കുന്നത്? സഭയോട് സംസാരിക്കുന്നവൻ സഭയുടെ നാഥനായിരിക്കുന്ന ക്രിസ്തു തന്നെയാണ്. തുയത്തൈരിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിയാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിൽ സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ആരാണെന്ന് വളരെ വ്യക്തമാക്കി കൊടുത്തു. ദൂതനല്ല സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആരോടാ സംസാരിക്കുന്നത്? തുയത്തൈരിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവവചനത്തിൽ ഉള്ള സഹോദരന്മാർക്കാണ് ഈ ദൂത് കൈമാറുന്നത്. തുയത്തൈരിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിയാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവം. നമ്മളിതേക്കുറിച്ച് പഠിച്ചത് മനസ്സിലായിരുന്നു. അഗ്നിയാലയ്ക്കൊത്തുള്ള കണ്ണെന്താണ്? എക്സ്റേയേക്കാൾ, മറ്റുള്ള ഏത് കാര്യത്തേക്കാൾ കടന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. അത് ഇവിടുത്തെ എക്സ്റേ സിസ്റ്റം, MRI, മറ്റുള്ള പല ഡയഗ്നോസിസ് സിസ്റ്റം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ ഒപ്പിയെടുക്കുവാൻ കഴിയും. അതിൻ്റെ അകത്തുള്ള മുഴകളും മറ്റുള്ള കേടുപാടുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ദൈവം പറഞ്ഞു, അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ചിത്രമെടുക്കുവാൻ ഇവിടെയുള്ള ഒരു ശാസ്ത്രത്തിനോ ഒരു ഇമേജിംഗ് മെഷീനോ കഴിയത്തില്ല. ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിനെ പരിശോധിക്കുവാൻ ദൈവം പറഞ്ഞു, എൻ്റെ കണ്ണുകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അഗ്നിയാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ. അപ്പം അവൻ്റെ ആ റേസ്, കണ്ണിൽ നിന്ന് വരുന്ന ആ ശക്തിയേറിയിരിക്കുന്ന ആ രശ്മികൾ നമ്മെ ശോധന ചെയ്യും.
നമ്മുടെ അകവും പുറവും ഒരുപോലെ ശോധന ചെയ്യുന്ന ഉള്ളവനാണ് ആ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ രശ്മി വെളിച്ചം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്നായി ശോധന ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും വലതുമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം ഉള്ളത്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നമുക്കറിയാം, ഇവിടുത്തെ സാധാരണ ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ് നമ്മുടെ ശരീരത്തിൻ്റെ നട്ടെല്ലും നമ്മുടെ ശരീരത്തിൻ്റെ ലിവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. എന്നാൽ എക്സ്റേ മറ്റുള്ള ഇമേജിങ് എക്യുപ്മെൻറ്റ്സ് കൊണ്ട് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ പിക്ചർ എടുത്ത് നമ്മളെ വിശകലനം ചെയ്തിട്ട് തൂക്കി നോക്കിയിട്ട് നീ എന്തായിരിക്കും, നമ്മൾ എന്തായിരിക്കും വെളിപ്പെടുത്തുവാൻ കഴിവുള്ള അഗ്നിയാലി കൊത്ത കണ്ണുള്ള കർത്താവ്. അവൻ പറയാണ്, അവൻ വെള്ളോട്ടിന് കാലിന് സദൃശമാണ്. അതായത് നമ്മൾ ചിന്തിച്ചിരുന്നു, സകല ഭാരവും വഹിക്കുവാൻ കഴിവുള്ളതാണ് വെള്ളോട്. അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നല്ലോ. അപ്പോൾ ഭാരങ്ങളെ വഹിക്കുന്നവൻ, നമ്മളെ ശോധന ചെയ്യുന്നവൻ, നമ്മുടെ ഭാരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ശോധന ചെയ്ത് നോക്കുമ്പോൾ നീ വലിയ മനോഭാരത്തിലാണെങ്കിൽ ദൈവം നീ പേടിക്കണ്ട, നിനക്കിത് വഹിക്കാൻ കഴിയത്തില്ല, എന്നാൽ എൻ്റെ കൃപ നിന്റെ മേൽ തരും. അത് ദൈവം നമ്മുടെ കുറവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല. ദൈവം നമ്മളെ നോക്കുന്നത് നമ്മുടെ കുറവ് കണ്ടുപിടിച്ച് നീ രോഗിയാണെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ മനോഭാരം, നമ്മുടെ വേദനകൾ, മറ്റാർക്കും അറിയാൻ കഴിയാത്ത ഹൃദയത്തിലെ വേദനകൾ, ഭാരങ്ങൾ കാണുവാൻ അഗ്നിയാലിക്കൊത്തുള്ള കണ്ണുള്ളവന് കഴിയും. ഒരുപക്ഷെ നിന്റെ കൂടെ താമസിക്കുക അറിയത്തില്ലായിരിക്കും. നിന്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അപ്പനോ അമ്മയ്ക്കോ ഒന്നും അറിയാൻ കഴിയാത്ത വലിയ ഭാരം ഏറുന്നുണ്ടെങ്കിൽ രാത്രി ദൈവാൻ പറയുക, നീ വഹിക്കുന്ന ഭാരത്തെ ചുമക്കുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് പറയുന്ന വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ. രാത്രി ആരെങ്കിലും വലിയ ഭാരത്തോടെ ആ സന്ദേശം കേൾക്കുന്നെങ്കിൽ, ഇന്ന് മനസ്സിനെ ശോധന ചെയ്യുന്ന കർത്താവ്, നമ്മുടെ മനോഭാരത്തെ കാണുന്ന കർത്താവ്, ഹൃദയ തകർച്ചയെ കാണുന്ന കർത്താവ് ഇന്ന് രാത്രി അരുളി ചെയ്യുക, നീ ഭാരപ്പെടേണ്ട, ആ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഏത് ഭാരത്തെയും വഹിക്കുവാൻ, അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ജീവിതമേ, രാത്രി ദൈവാത്മാവ് പറയുക, അവൻ്റെ കാലുകൾ അത് വഹിപ്പാൻ ശക്തിയുള്ളതാ. ലോകത്തിന്റെ സകല മനുഷ്യരുടെ പാപത്തെ വഹിച്ച ദൈവത്തിന് മനുഷ്യ നിന്റെ ഇവന്റെ ഭാരം വഹിക്കുവാൻ കഴിയും. ഏത് വിഷയത്തെ വഹിച്ച് അതിനെ ചുമന്നൊഴിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുത്താണ് നാം ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. അവിടെ കഥ പറയുക, നിനക്ക് വഹിക്കാൻ കഴിയത്തില്ല കുഞ്ഞെ, പക്ഷേ ഞാൻ വഹിച്ചോളാം, നീ എന്നിൽ ആശ്രയിച്ചാൽ മതി. അതെ, ആ കണ്ണുകൾ നമ്മെ ശോധന ചെയ്യുന്നില്ലേ? രാത്രി നമ്മെ കാണുന്നില്ലേ? ഒരു വർഷ തകർച്ചയോടെ ഭാരത്തോടെ വേദനയായിരിക്കും സന്ദേശം കേൾക്കുന്നത്. എൻ്റെ ഭാരം ആര് കാണും? എൻ്റെ വേദന ആര് കാണും? എൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമുണ്ടാകുമെന്ന് നാം പലപ്പോഴും വിചാരിക്കുമ്പോൾ കഥ പറഞ്ഞു, നിന്നെ ഞാൻ ശോധന ചെയ്യുന്നുണ്ട്, നിന്നെ ഞാൻ കാണുന്നുണ്ട്, നിന്റെ വേദന ഞാൻ കാണുന്നുണ്ട്. രാത്രി നീ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നത്, അതേ നീ വേദനപ്പെടുന്നത്, ചില വിഷയങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നത് ദൈവബാഹു കണ്ടിട്ട് പറയുക, നീ ഭാരപ്പെടേണ്ട, ഞാൻ ആ വിഷയം ഏറ്റെടുത്തിരിക്കുക, ഞാനത് വഹിച്ചിരിക്കുക, നിന്നെ ഞാൻ സ്വതന്ത്രമാക്കിയിരിക്കുക. രാത്രിത്തവർക്ക് വിശ്വസിക്കാൻ കഴിയും. വിശ്വസിച്ച് കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താകട്ടെ. വർഷങ്ങളായി ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന വിഷയത്തിൻ്റെ എന്തായിരിക്കും എങ്ങനെയാ തീരുമെന്ന് ഭാരപ്പെടുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ ആത്മാവെന്ന് ശോധന ചെയ്തിട്ട് പറയുക, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ആ വിഷയത്തിന്മേൽ ഞാൻ പരിഹാരം തരുവാൻ ഞാൻ ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ പറയണം, എൻ്റെ ദൈവം ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, അവനത് നിർവഹിക്കും. ഞാൻ ആ വിഷയത്തിൽ തന്നെ പരിഹരിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് കഥ പറഞ്ഞു, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ രാത്രി ചെയ്യാൻ, നിന്റെ പാപം, നിന്റെ ഭാരം, നിന്റെ വേദന ഏതുമാകട്ടെ, എത്ര വലുതുമാകട്ടെ, ആർക്കും സഹിക്കാൻ കഴിയാത്താണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഥ പറഞ്ഞു, ഞാനത് വഹിപ്പാൻ ശക്തനാണ്. നമ്മുടെ കർത്താവ് ശക്തനാണ്. കർത്താവ് വെളിപ്പെടുത്തിയ, നിങ്ങൾ ദൈവത്തിലുള്ള സഭയോട് പറയുക, നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ കാലുകൾക്ക് ബലമുണ്ട് നിങ്ങളെ വഹിക്കുവാൻ, നിങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുവാൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെ അഭിസംബോധന പറഞ്ഞുകൊണ്ട് എന്താ പറയുക, അപ്പം നമ്മളെപ്പോഴും ഈ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ദൈവത്തെ അല്ല, നമ്മുടെ വേദനകൾ കാണുന്ന കർത്താവ്, എന്തുകൊണ്ട് നാം ഇങ്ങനെ ആയിരിക്കുന്ന കാണുന്ന കർത്താവ്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ഭാരത്തെ വഹിക്കാം, ഞാൻ നിൻ്റെ വേദനകളെ വഹിക്കാം, ഞാൻ നിന്നെ സ്വതന്ത്രമാക്കാം, ഞാൻ നിന്നോട് കരുണ കാണിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ളത്
ദൈവാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സഭയെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തലിനെ കുറിച്ച് പറയുമ്പോൾ ഈ 2-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. കർത്താവ് അഭിസംബോധന വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, അതിൻ്റെ പൊതുവായ സഭയെ വിലയിരുത്തി, തുയത്തുള്ള സഭയെ വിലയിരുത്തി. നമുക്കറിയാം, ഓരോ സഭയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം സഭ എന്താണെന്നുള്ളത്, അല്ലേ? നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ അറിയാം ആ കുടുംബം എന്താണെന്നറിയാം, ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാം അവൻ്റെ സ്ഥിതി എന്താണെന്നറിയാം. പൊതുവായിട്ട് നമുക്കറിയാം, നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു ഇമാജിൻ, നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവ സൃഷ്ടിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കും മറ്റുള്ളവരെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ അവരെന്താണ് എങ്ങനെയാണെന്ന് പൊതുവായിട്ടുള്ള കാര്യം കേട്ടു. പക്ഷേ ഇവിടെ സർവ്വതും നന്നായി അറിയുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ ഞാൻ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെയെന്നും അറിയുന്നു. പറഞ്ഞു, തുടക്കത്തിൽ ഉള്ള ആരംഭശൂരത്വം മാത്രമായിരുന്നില്ല, ഇതൊക്കെ ആരംഭം ഇവിടെ ഭയങ്കര സ്പീഡാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല, അല്ലേ? തണുത്തു പോകും. ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര സ്പീഡാണ് എല്ലാവർക്കും. അപ്പം തന്നെ വീടുകൾ തോറും പോയി സുവിശേഷം അറിയിക്കാൻ പോകും, ഭയങ്കര തിരക്ക, നല്ല കാര്യമാണ്, അന്നെങ്കിലും ചെയ്തല്ലോ, അല്ലേ? അന്നെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ സ്പീഡ് ഉണ്ടായതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുക, കഥ പറയുക, നിന്റെ ആരംഭം നീ വളരെ പതുക്കെ തുടങ്ങിയെങ്കിലും അത് കൂടി വരികയാണ് ചെയ്തത്, അത് കുറഞ്ഞു പോയില്ല, അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടിയത്? ദൈവത ഇഷ്ടപ്പെടുന്നത് വലിയ തുടക്കമൊക്കെ തുടങ്ങിയിട്ട് ഇല്ലാതായിത്തീരുന്നതിനേക്കാൾ ചെറിയ തുടക്കങ്ങൾ തുടങ്ങി അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ് ദൈവപ്രവൃത്തി. ദൈവം പറഞ്ഞു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, ശുശ്രൂഷ, സഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ നീ തുടങ്ങിയതിനേക്കാൾ അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വന്ന് ഇപ്പോൾ ഞാൻ നിന്നെ വിശകലനം ചെയ്യുന്ന ഈ സമയത്തെടുത്ത് നിന്നെ നോക്കുമ്പോൾ നിന്റെ ഈ ആദ്യത്തേതിലും ആ പ്രവൃത്തിയൊക്കെ ഏറെയാണെന്നാണ് പറയുന്നത്. പ്രവൃത്തി നയിക്കുന്നത് സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, ഇതെല്ലാം നോക്കിയിട്ട് കർത്താവ് പറയുക, നിന്റെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയാണ്. എഫെസോയോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോകാൻ. ആദ്യം നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷേ എന്ത് കുറഞ്ഞു പോയി. എന്നാൽ ഇവിടെ ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയുക, അപ്പോൾ ദൈവം ഈ തുയത്തല സഭയെ നോക്കി പറയുക, നിന്റെ ആദ്യ സ്നേഹത്തെക്കാൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അല്പമായിട്ടൊക്കെ തുടങ്ങിയത്, പക്ഷേ നീ ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്തു, അത് വർദ്ധിച്ച് വന്ന് ഇപ്പോൾ നിന്നെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് കാണാൻ സാധിക്കുക, എനിക്കത് എക്സാമിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് കർത്താവ് നമ്മളെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളോട് പറയുക, നീ തുടങ്ങിയതിനേക്കാൾ നിന്റെ പ്രവൃത്തി ഏറെ നല്ലതെന്ന് ഞാൻ അറിയുന്നുവെന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. പറയണം, ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ കൃപയാൽ ഈ ഓരോ വർഷങ്ങൾ അടുത്ത് ചെല്ലുന്തോറും കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും സഹിഷ്ണുതയൊക്കെ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നമ്മളിൽ നിന്ന് ദൈവാത്മാ പ്രവർത്തിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ക്ലാസ്സിലിരിക്കുന്നത്. കുറഞ്ഞു പോകാത്തത് കൊണ്ടാണ് അത് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചു, കർത്താവിന് മനസ്സായി. ഒന്നും അറിയത്തില്ലാത്തവരാ, ഒന്നും മനസ്സിലാക്കാത്തവരാ, എന്നാൽ ദൈവത്തറിയാമായിരുന്നു ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു സഹിഷ്ണുതയുണ്ട്, ശുശ്രൂഷിക്കാനുള്ള മനോഭാവമുണ്ട്. ദൈവം പറഞ്ഞു, തുയത്തല്ല സഭയെ, നിന്നെ എനിക്കറിയാം, നീ ഓരോ ദിവസം ചെല്ലുന്നോറും സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ ഇപ്പോൾ ദൈവം പറയുക, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെയാണ്. അതിന് കാരണം അവിടുത്തെ സഭയെ പൊതുവായിട്ട് വിലയിരുത്തി കഴിയുമ്പോൾ അവർ ഉത്തമന്മാരായിരുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കാരണം കൂടിയുണ്ട്. ഈ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഒരു അരിച്ചാക്കിലെ അരി മുഴുവനും വെച്ച് നോക്കണ്ട, വേണ്ട, സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഒരു ചാക്കിലെ അരി മുഴുവൻ എടുത്ത് ചോറ് വെച്ചിട്ടെല്ലാം നല്ലതാണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയല്ല. ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ച് കഴിയുമ്പോൾ അറിയാം ആ ചാക്കിനകത്ത് എന്തൊക്കെയാണ്, ആ അരിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അതിന് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയും, സാമ്പിൾ നോക്കുക എന്ന് പറയും. ഇപ്പം ദൈവം അവിടെ തുയത്തല സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കവിടെ സാമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു, അത് ലുദിയ. ഈ ലുദിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളെയും ദേശത്തെയും നമ്മുടെ സഭകളെയും ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനെ എടുത്ത് പഠിച്ചാൽ മതി,
ബാക്കിയുള്ളത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എടുത്തു പഠിച്ചപ്പോൾ കാണാൻ സാധിക്കും, ലുദിയ തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്ന ധനിക കുടുംബത്തിൽപ്പെട്ടവളുമായിരുന്നു. അവള് സാധാരണക്കാരായിരുന്നില്ല. രക്താംബരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജാക്കന്മാരൊക്കെ ധരിക്കുന്ന, വലിയ ധനാഠ്യന്മാർ ധരിക്കുന്നതാണ് രക്താംബരം. അങ്ങനെ അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപാരിയാണ്. അപ്പോൾ അവള് ഒരു രക്താംബരമുള്ള ഒരു വസ്ത്രമുള്ള ആളല്ലായിരുന്നു. അപ്പം അതിൻ്റെ വിൽക്കുന്ന, നമുക്കറിയാം, നമുക്കൊരു കാറിൻ്റെ ഷോറൂമുള്ള ആളോ അതുപോലെ ഒരു ഫാക്ടറി ഉള്ള ആളോ എത്രമാത്രം വലിയ ആളായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞത് ഇപ്പം ഇവക്ക് ഒരു രക്താംബരത്തിൻ്റെ ഒരു വസ്ത്രമല്ല ഉണ്ടായിരുന്നത്, അത് വിൽക്കുന്ന ധനിക കുടുംബത്തിലെ ഒരാളായിരുന്നു തുയത്തൈരയിലെ ലുദിയ. അവൾ ഫിലിപ്പിയ പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ വാർത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവളായിരുന്നു. അപ്പോൾ അവൾ വിശ്വാസത്തിൽ വന്നത് മുഖാന്തരമായിരിക്കണം, അതായിരിക്കണം തുയത്തൈരയിലെ സഭ രൂപം കൊള്ളാനിടയാറ്റുന്നത്. നമുക്ക് ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ. അന്ന് ദൈവം ആ കാലഘട്ടത്തിൽ ഈ ഫിലിപ്പിയിൽ ചെന്നപ്പോൾ ഈ ലുദിയ എന്ന സ്ത്രീയെ കണ്ടല്ലോ. അവിടെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അവൾ എത്ര ഭാഗ്യമുള്ള. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒന്നും ഇവിടെ രേഖപ്പെടുത്താനായിട്ട് പുസ്തകമില്ലാതെ ഗതി തീർത്തുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം ഞാനും നിങ്ങളും. തുയത്തൈരയിലെ ലുദിയയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. വചനം സംസാരിക്കുന്നു, പൗലോസ് സംസാരിക്കുന്ന വചനം ശ്രദ്ധിക്കണമെങ്കിൽ ദൈവഭക്തി വേണം. ദൈവഭക്തിയായുള്ള സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു, അവൾ കേട്ടുകൊണ്ടിരിക്കുക. പൗലോസ് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആര് ഇത് ഈ ദൈവനെ കേൾക്കാൻ തുടങ്ങുമോ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അത് ആഗ്രഹത്തോടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവുടെ ഹൃദയം തുറക്കും. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ റേഡിയോയ്ക്കകത്തായിരുന്നു ഈ വചനം വന്നുകൊണ്ടിരുന്നത്. അന്നൊന്നും ഞങ്ങളൊന്നും കൂടുതൽ വിശ്വാസത്തിലോ അല്ലെങ്കിൽ ബന്ധുക്ക വിശ്വാസത്തിലൊന്നും അല്ലായിരുന്നു. ഈ വചനം വരുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. അതിനകത്ത് വരുന്ന വചനം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച ദിവസം ഞാനിന്ന് ഓർക്കുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. ദൈവം അന്ന് കണ്ടിരുന്നു. ദൈവവചനം ആര് കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടോ അവൻ്റെ ഹൃദയത്തെ തുറക്കുന്നത് സർവശക്തനായ ദൈവമാണ്. വചനം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, അത് ശ്രദ്ധിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കും. ലുദിയ കേട്ടപ്പോൾ അവളത് ശ്രദ്ധിച്ചു. പുതിയൊരു സന്ദേശം, ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങളെക്കുറിച്ച്, മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പുനരുത്ഥാനങ്ങളെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള സന്ദേശം ഈ തുയത്തൈര പട്ടണക്കാരത്തിയായിരിക്കുന്ന സ്ത്രീ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവളുടെ ആ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലമനുസരിച്ച് അവൾ ദൈവഭക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ദൈവിക കാര്യത്തെക്കുറിച്ച് കേൾക്കാനായിട്ടുള്ള താല്പര്യം കൊടുത്തത്. ആര് ഏത് മതത്തിൽപ്പെട്ടാലും അവർ യഥാർത്ഥമായി ദൈവത്തെ ആഗ്രഹിക്കുന്ന ഭക്തിയുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും അവർ സുവിശേഷം അറിഞ്ഞിരിക്കും, സുവിശേഷത്തിൽ വന്നിരിക്കും. സംശയമുള്ള കാര്യമല്ല. ആര് ഹൃദയപൂർവ്വം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ആ സത്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം. അത് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ദൈവം പറഞ്ഞു, ദൈവം ഏത് ജാതിയിലും പെട്ടവരെ ദൈവം അംഗീകരിക്കുന്നു. നീതി പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനെയും, അതിനാഗ്രഹിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവം അംഗീകരിക്കുന്നു. അതിൻ്റെ ബന്ധുക്രിസ്ത്യാനെന്നില്ല, അതിന് ക്രിസ്ത്യാനിന്നില്ല, ഒരു മതത്തിൻ്റെ പേരില്ല പ്രിയപ്പെട്ടവരെ. അത് ദൈവം നോക്കുന്നത്, മുഖപക്ഷമില്ലാത്ത ദൈവം നോക്കുന്നത്, പേരുകൊണ്ട് ബന്ധുക്രിസ്തുകാരനായാൽ ദൈവം മുഖപക്ഷം കാണിക്കത്തിലോട്ടോ ദൈവത്തിന് കണ്ണ് ലഭിക്കത്തില്ല. നമുക്ക് പേരുകൊണ്ട് ആരുമായിട്ട് തരാൻ കഴിയും, വലിയ വലിയ പേരുകളെടുത്ത് പലതും പറയാൻ കഴിയും. പക്ഷേ ദൈവം നോക്കുന്നത് യഥാർത്ഥമായ ഭയഭക്തി ഉണ്ടോ, ജ്ഞാനമുണ്ടോ എന്നുള്ളതാണ്. ഇവള് ധനികയ സമ്പത്തുള്ള സ്ത്രീ ആയിരുന്നെങ്കിലും അവൾക്ക് അറിയാമായിരുന്ന ദൈവം എന്നുള്ള ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അവളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു വെച്ചിരുന്ന ജീവിതത്തിൽ അവൾ അതിനെ ഭയഭക്തിയോടെ കാത്തുകൊള്ളവളായിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കാൻ കർത്താവിന്റെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനം ഏറ്റു. പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ അവൾ സ്നാനമേറ്റു. ഇതാണ് ദൈവവചനം കേട്ട് ഹൃദയം വാ തുറന്നാൽ
ദൈവം ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം വാതിൽ തുറന്നാൽ പിന്നെ അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അവളെന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. അവിടെ ചെവി ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അടഞ്ഞു കിടക്കുന്നൊരു ഭാഗമുണ്ട് എൻ്റെ ഹൃദയത്തിൽ, ഇതുവരെ നിന്റെ ആത്മാവ് സജീവമായിട്ടില്ല. നീ പലതും കേട്ടിട്ടുണ്ട്, പലതും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും നിന്റെ ആത്മാവ് ഉണർത്തപ്പെട്ടിട്ടില്ല. ആത്മാവ് ഉണർത്തപ്പെടുന്ന സന്ദേശമാണ് പൗലോസ് സംസാരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്താൻ വേണ്ടി ദൈവം ഹൃദയത്തിൻ്റെ വാതിലിനെ തുറന്നു കൊടുത്തു. അവളിൽ അന്ന് വരെയും ഉറങ്ങിക്കിടന്ന ആത്മാവ് സജീവമായി. ദേഹിയും ആത്മാവും തമ്മിൽ വചനമാകുന്ന ഇരുവാറ്റുള്ള വാള് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ വിഭജിച്ചു. ദൈവം വചനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ പൗലോസ് സംസാരിച്ച ഇരുവാറ്റുള്ള വാള് അവളുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ ദൈവം ഹൃദയവാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാനസാന്തരമുണ്ടായി. അവൾ ഉറങ്ങിക്കിടന്ന യഥാർത്ഥമായ ആത്മാവെന്ന ഘടകം സജീവമായി തീരുവാനിടയായിത്തീർന്നു. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമേ ആത്മാവിനെ ഉണർത്താൻ കഴിയത്തുള്ളൂ. ആത്മാവിൻ്റെ ദൈവത്തിന് മാത്രമേ ഉറങ്ങിക്കിടക്കുന്ന നിദ്രയിലായിരിക്കുന്ന ആത്മാവിനെ ഉണർത്താൻ കഴിയത്തുള്ളൂ. അതിന് സാധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇരുവാറ്റുള്ള വചനമാകുന്ന വാളെത്തിച്ചാണ്. ഇവൾ കേട്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവളുടെ ഹൃദയത്തിലേക്ക് അത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ അകത്ത് കിടക്കുന്ന നിർജീവമായി കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്തിയെടുക്കാൻ സാധിക്കും. അവൾ സജീവമായി തീരും, അവൾ വിശ്വാസിയായി തീരുമെന്ന് ദൈവകൃപയാൽ. അങ്ങനെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന ദൈവമക്കൾക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രാവശ്യം കേട്ടിട്ടും രക്ഷിക്കപ്പെടാതിരുന്നു. പക്ഷേ ഒരു ദിവസം ദൈവത്തിന് മനസ്സിലായി, ഇവൻ്റെ വാതിൽ തുറന്നാൽ ഇവൻ രക്ഷിക്കപ്പെടുമെന്ന്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നതിനായി സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ വചനം പ്രവേശിക്കാൻ വേണ്ടി. അത് നമുക്കറിയാമല്ലോ, പുതിയതായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ കരിമരകത്തോടെ കടത്തിയോട്ട് ബ്ലോക്കെല്ലാം മാറ്റി വിടുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി ദൈവം വാതിൽ തുറന്നു കൊടുത്ത് വചനം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്തു? വിശ്വസിച്ചു. ഇവൾ സ്നാനപ്പെട്ടെന്നാണ് പറഞ്ഞത്. സ്നാനപ്പെടണമെങ്കിൽ, വിശ്വാസസ്നാനം ഏൽക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണം. ഈ ചിലരിത് കേട്ട് ഒരുപാട് കേട്ടിട്ടും ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. ദൈവവചനത്തിൻ്റെ സത്യം കേട്ട് കഴിഞ്ഞാൽ, ദൈവം ഹൃദയം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ തെളിവ് സത്യവചനത്തെ അനുസരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസസ്നാനമേറ്റ് ദൈവസ്വരങ്ങളായിട്ട് പഴയതിന് മരിക്കും, ആത്മാവ് ഉണർത്തപ്പെടും, ശരിയാണെന്ന് ഹൃദയത്തിൽ സാക്ഷ്യം പറയും. ഈ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള ഹൃദയത്തിന് ഉത്ബോധം വരുമ്പോൾ നാം ആദ്യം നമ്മളിതിനൊക്കെ എതിർത്ത് നോക്കും. പക്ഷേ ദൈവവചനം ദൈവം വാതിൽ തുറന്നു കഴിയുമ്പോൾ രക്ഷ സംഭവിക്കും. അതിന് ദൈവം വാതിൽ തുറക്കണമെങ്കിൽ നമ്മളായിരിക്കണം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇത് കേൾക്കണം, താല്പര്യപ്പെടണം. ദൈവം ആ സമയത്താണ് നമ്മൾ വാതിൽ തുറക്കുന്നത്. അങ്ങനെ ലുദിയയുടെ വാതിൽ തുറന്നപ്പോൾ, ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവളും കുടുംബവും സ്നാനമേറ്റു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ലുദിയ രക്താമ്പഴം വിൽക്കുന്നവളായി. അവൾ ഈ വചനം കേട്ടപ്പോൾ, അത് അവളുടെ ഹൃദയം തുറന്നപ്പോൾ, ആ തുറക്കപ്പെട്ട ഹൃദയവുമായി അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും മറ്റുള്ള ഹൃദയം തുറക്കപ്പെടുകയായി തീർന്നു. അവളുടെ കുടുംബം എന്ത് ചെയ്തു? ഇപ്പം ദൈവഭക്തയാണെങ്കിൽ ഏത് ജാതിയിലും മതത്തിലും ഏത് വർഗത്തിലും പെട്ടവരാകട്ടെ, കുടുംബത്തിൻ്റെ അകത്തൊരു ഐക്യത കാണും. മനസ്സിലായോ? ഈ ഒരേ വിശ്വാസവും ഒരേ ജീവിതമാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഐക്യത കാണും. ഈ ലുദിയയുടെ കുടുംബത്തിൽ ഐക്യതയുണ്ട്. അവൾ നേരത്തെ വിശ്വാസിയായിരുന്നില്ല, യേശു വിശ്വസിച്ചായിരുന്നില്ല, പക്ഷെ അവൾ ദൈവഭക്തിയായിരുന്നു. അപ്പോൾ അവളുടെ കുടുംബത്തിൽ ഞാൻ വിശ്വസിക്കുക, അവളുടെ ഭർത്താവും അവളുടെ മക്കളും തമ്മിൽ ഒരേ ജീവിതത്തിൻ്റെ വീക്ഷണമുള്ളവരായിരുന്നു. ഒരേ വീക്ഷണമുള്ള. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരൊന്നും പറയാതെ ഇവൾ പറഞ്ഞ കാര്യം അംഗീകരിച്ച്, അവളുടെ കുടുംബത്തെ ആരെക്കൊണ്ട് എനിക്കറിയത്തില്ല, അവളുടെ കുടുംബവും എന്ത് ചെയ്തു? സ്നാനമേറ്റു. എന്ന് പറഞ്ഞാൽ ഒരേ ഐക്യതയുള്ളൊരു കുടുംബമാണെങ്കിൽ ഒരുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാത്രിയിൽ കുടുംബങ്ങളുടെ ഐക്യത വ്യാപരിക്കണം. ദൈവഭയമുണ്ടോ? ദൈവജ്ഞാനമുണ്ടോ? ദൈവത്തെ ഭയമുണ്ടോ? അവിടെ
ദൈവിക ഐക്യതയുണ്ടായിരിക്കും. അവിടെ ഭിന്നത കാണത്തില്ല, അവിടെ വ്യത്യസ്തത കാണത്തില്ല. ലുദിയ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ മാറ്റം അവിടെ കുടുംബത്തിൽ സംഭവിക്കാൻ കാരണമായി തീർന്നത് അവിടെ വ്യാപരിച്ച ഐക്യതയായിരുന്നു. ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാൻ കർത്താവേ, ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളും ക്രിസ്തുവിൽ ഐക്യതയുള്ളതായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങളുടെ തലമുറകളുടെ ഹൃദയങ്ങളെ വേണ്ടതുപോലെ തുറക്കണമേ. ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലുദിയയുടെ ഹൃദയത്തെ തുറന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ ഹൃദയത്തിന് വാതിൽ തുറക്കുവാനായിട്ട് തന്നു. അവൾ മാന്യതയുള്ളവളായിരുന്നു, അവൾ ദൈവഭക്തിയായിരുന്നു, അവൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചു അവളുടെ മക്കൾ, അവളുടെ ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളിൽ സാക്ഷ്യമുള്ള ജീവനങ്ങളായി തീരുവാൻ, നമ്മുടെ മക്കൾ നമ്മളെ വിശ്വസിക്കുവാൻ, അവർക്കത് മനസ്സിലാകുവാൻ, നാം പറയുന്നത് ശരിയാണെന്ന് ഗ്രഹിച്ചെടുക്കുവാൻ, എൻ്റെ അപ്പൻ പറയുന്നത്, എൻ്റെ അമ്മ പറയുന്നത് സത്യമാണെന്ന് ഗ്രഹിക്കുവാനുള്ള ബോധം ഉണ്ടാകുവാൻ വേണ്ടി ദൈവയുടെ ഹൃദയങ്ങളെ തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ഇവർ വിശ്വസിച്ചു എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. അപ്പോൾ ഇവള് കർത്തദാസന്മാരെ മനസ്സിലാക്കിയെടുത്തു. വീട്ടിൽ പാർപ്പിക്കാൻ കൊള്ളാവുന്നവരാണെന്ന് മനസ്സിലായി. ഇവരെ വീട്ടിൽ താമസിപ്പിക്കാം. കാരണം ഈ പൗലോസിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളും അവൻ്റെ ജീവിതവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവര് യഥാർത്ഥത്തിലുള്ള ദൈവദാസന്മാരാ, ദൈവമക്കളെന്ന്. എല്ലാവർക്കും വേണ്ടി വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നവളല്ല ലുദിയ. എന്നാൽ ഇവരെ കണ്ടു കഴിഞ്ഞ് പറയാണ്, കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്ന ഇവൾ പറയാണ്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാ. പക്ഷെ നിങ്ങൾ എൻ്റെ വീട്ടിൽ പാർക്കുവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. അവൾ സമ്മതിക്കുക, ധനികയായ സ്ത്രീയാ. അവൾ പറയുക, എൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും അവൾക്കറിയാം, ഉണ്ടെന്നറിയാം. പക്ഷേ അവൾ പറയുക, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവളാണെന്ന്. നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. ഒരാളിവിടെ കാണുന്നത്, അവൾ കുടുംബവും സ്നാനമനുഷ്യ, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പി എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു ഈ ദൈവദാസന്മാർ വന്ന് താമസിച്ചാൽ അനുഗ്രഹമാണെന്ന് അറിയാമായിരുന്നു. അതാണ് ഈ പ്രത്യേകത. ശരിയായ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ആ ലുദിയയ്ക്ക് മനസ്സിലായി, ഭക്തന്മാരായിരിക്കുന്ന വിശ്വസ്തന്മാരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ. ലുദിയ വിചാരിച്ചു, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചാൽ, അവരെൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവൾ പറയുക, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് പറഞ്ഞു. അവിടെ അത് മനസ്സിലായല്ലോ എന്താണുള്ളത്. അവൾ പറഞ്ഞു, എനിക്ക് യോഗ്യതയൊന്നുമില്ല, എനിക്കത് എങ്ങനെയാ നിങ്ങളെ സ്വീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ദൈവദാസന്മാർക്കുള്ള വിലയും നിലയും ആ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം സത്യമായി പറഞ്ഞ് ദൈവാത്മാവിൽ നിറവേറ്റി കഴിഞ്ഞാൽ ദൈവം വേണ്ട സ്ഥലത്ത് നമ്മളെ മാനിക്കും, ആദരിക്കും. ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നു തരും. ഇവിടെ നിർബന്ധിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. അത് മുഴുവൻ തീർക്കുന്നില്ല. അവരവിടെ പോയില്ല. എന്നാൽ തടവ് വിട്ട് അവരെ പിന്നീട് കാരാഗ്രഹത്തിലാണ് പൗലോസ് ശീലാസ് അടയ്ക്കപ്പെട്ടു, അടിച്ചിറക്കപ്പെട്ടു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ശേഷമായി ഇവർ നേരെ ഈ വന്നത് ലുദിയയുടെ വീട്ടിൽ വന്ന് താമസിച്ചു. സഹോദരന്മാരെ കണ്ട് ആശ്വസിച്ച ശേഷം പുറപ്പെട്ടു പോയെന്ന് പറഞ്ഞു. അന്ന് അവിടെ വന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് അവർ പോയി താമസിച്ചില്ല. എന്നാൽ തടവിൽ നിന്ന് പുറപ്പെട്ട ശേഷം ലുദിയയുടെ വീട്ടിൽ അവർക്ക് മനസ്സിലായി. തടവിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഇവർ പോയത്, അവർ വിശ്വസ്തയെന്ന് എണ്ണിയ ലുദിയയുടെ വീട്ടിലേക്കാണ് പോയത്. അവരെ സ്വീകരിച്ചു, അവരെ കണ്ട് ആശ്വസിച്ച് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രവൃത്തി കാളും ശ്രേഷ്ഠമാണ് അവസാനത്തേത് എന്ന് പറഞ്ഞതിനർത്ഥം, ഈ ദൈവത്തിനാസന്മാർ അന്തരം അവൾ ആഗ്രഹത്തോടെ ആഗ്രഹിച്ച് നിങ്ങൾ ചെന്നില്ല. എന്നാൽ തടവിലായ ശേഷം അതിൽ നിന്ന് പുറത്തുപെട്ടു കഴിഞ്ഞപ്പോൾ അവരവിടെ ചെന്നപ്പോൾ അവരെ സ്വീകരിച്ചായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ അതേ ദൈവത്തിൻ്റെ ദാസന്മാർ അവരെ സ്വീകരിക്കാൻ തക്കതായ ഒരു ഭവനമായിരുന്നു ലുദിയയുടെ വീട്. അവൾ പറഞ്ഞു, നിങ്ങൾ കർത്താവ് വിശ്വസ്ത എന്ന് എണ്ണുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് താമസിച്ച ശേഷമായി അവരെ അനുഗ്രഹിച്ച വീട്ടിന് നന്മ കൊടുത്ത ശേഷമാണ് പൗലോസും ശീലാസും അവിടെ നിന്ന് പോയത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം
അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ലുദിയയുടെ ഹൃദയത്തെ വെളിപ്പെടുത്തിയിരിക്കുക, അവളുടെ ആതിഥ്യ മനോഭാവത്തെ കാണിച്ചിരിക്കുക, ആ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുവാൻ, അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. നിന്റെ ശുശ്രൂഷ അറിയുന്നു, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കാനുള്ളതായ ആഗ്രഹത്തെ അവൾ കാണുകയാണ്. അതേ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ ഈ ദിവസങ്ങളിൽ ആദരിക്കപ്പെടേണ്ട സ്ഥലം ആദരിക്കപ്പെടുവടെ തരും, അവരെ ആദരിച്ചെന്നാണ് പറയുന്നത്. ഞാൻ അതിൽ മനസ്സിലായില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള തിയേറ്ററിലെ ആൾക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവവിശേഷതയാണ് ലുദിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ തിയേറ്ററിലെ സഭാവിശ്വാസികളെ അവിടുത്തുകാരിയായ ലുദിയയോടുള്ള ബന്ധത്തിൽ നമ്മൾ മാതൃകയായി എടുത്ത് നമ്മൾ പഠിച്ചാൽ കർത്താവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ കൃത്യമാണെന്ന് മനസ്സിലാകും. ഇവിടെ ആദ്യത്തെ പ്രവൃത്തി ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മുകളിൽ ലുദിയയും കുടുംബവും എഴുതിയിരിക്കുന്ന വിശദീകരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവൾ കുടുംബം സൽപ്രവൃത്തി ചെയ്യുന്നവരും ദൈവസ്നേഹമുള്ളവരും വിശ്വാസവും ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കത് വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ദൈവം അന്ന് തുയത്തല്ല സഭയുള്ള ദൂത് പറഞ്ഞപ്പോൾ ലുദിയയുടെ ജീവിതത്തെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവൾ ആരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കി തീർക്കണം. അവൾ വേഗത്തിലാണ് സ്നാനപ്പെട്ടത്, വേഗത്തിലാണ് ദൈവസംഘം മാറ്റുന്നത്, വേഗത്തിൽ അവൾ ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുത്തത് അധികം താമസിച്ചില്ല. സ്നാനപ്പെട്ട ഉടൻ തന്നെ അവളുടെ വീട്ടിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. നാടായ ഫിലിപ്പിയിൽ ലുദിയയും കുടുംബവും ഇത്രമാത്രം സുവിശേഷ സ്നേഹികളായിരുന്നുവെങ്കിൽ അവരുടെ സ്വന്തം നാടായ തുയത്തേരിയിൽ എത്രയധികം സ്നേഹമുള്ളവരായിരിക്കും. അതുപോലെ അവിടുത്തെ നിശ്ചയമായി മനോഹരരായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് കർത്താവ് വെള്ളിച്ചേട്ടുകളും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഈ പഠന പരമ്പരയുടെ അവസാനത്തിലേക്ക് നാം വരുമ്പോൾ തുയത്തേരിലെ സഭയെക്കുറിച്ചുള്ള പൊതുവായ യേശു ക്രിസ്തുവിൻ്റെ വിലയിരുത്തലിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതിൽ അവരുടെ ആദ്യ സ്നേഹം, അവരുടെ വിശ്വാസം, അവരുടെ ശുശ്രൂഷ, സഹിഷ്ണുതയൊക്കെയും അത് അനുദിനം വർദ്ധിച്ചു വരികയും അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിനേക്കാളും ഏറെയെന്ന് കാണുവാനിടയായിരുന്നു. അത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അനുദിനം വർദ്ധിച്ചു വരുന്നതായിരിക്കണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്നേഹവും സന്തോഷവും എല്ലാ കാര്യങ്ങളും. അനേകരുടെ സ്നേഹം തണുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രത്യേക വിലയിരുത്തലാണ് കർത്താവോട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ പഠനം ഇവിടെ പൂർത്തീകരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ സഭയിലെ കുറവുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് രാത്രി നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിക്കാം. അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും അവരുടെ ശുശ്രൂഷയും സഹിഷ്ണുതയും വർദ്ധിച്ചു വന്നതുപോലെ നമ്മുടെയും ജീവിതത്തിലെ ദിവസങ്ങളിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹിഷ്ണുതയും അത് വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ദൂതന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ നമ്മൾ തുടർന്ന് തുയത്തിലെ സഭയെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്ന കുറവുകളെക്കുറിച്ച് നാം ചിന്തിക്കുന്നതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.